ഹായ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഗുരുവായൂർ പോയ വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളടങ്ങിയ വീഡിയോ ഇത്. അന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഗുരുവായൂരിന്ന് തിരിച്ചു പോയില്ല. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഗുരുവായൂർക്ക് യാത്ര പുറപ്പെടുമ്പം ഗുരുവായൂർ മാത്രമല്ല, ഇപ്രാവശ്യം കുറച്ച് അമ്പലം കൂടി തൊഴാൻ പോകണം എന്നുള്ള ഒരു പ്ലാനോട് കൂടി തന്നെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി ഒന്ന് ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് മറ്റുള്ള അമ്പലത്തിലേക്ക് പോകേണ്ട പ്ലാനിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ പിടിച്ചിറങ്ങുമ്പോൾ തന്നെ സെക്യൂരിറ്റി വന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇന്നലെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത റെസ്റ്റോറൻറ്റിൽ തന്നെ, നമ്മൾ താമസിക്കുന്ന റെസ്റ്റോറൻറ്റിൽ തന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി നമ്മൾ നേരെ പോകുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള മമ്മിയൂർ ക്ഷേത്രത്തിലേക്കാണ്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും ഏകദേശം നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക്. ഒരു 200 മീറ്ററോളം ഡിസ്റ്റൻസാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ വണ്ടി എടുത്തിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ വണ്ടി അതിനടുത്തൊന്നും പാർക്ക് ചെയ്യാൻ സൗകര്യം കിട്ടിയില്ല, കുറച്ച് ദൂരെയാണ് വെച്ചത്. നമ്മളങ്ങനെ കയറി തൊഴുതു. കാരണം ഇവിടെ നിന്നൊന്നും വീഡിയോ അലൗഡ് അല്ല, മൊബൈൽ ഫോണൊക്കെ മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്തില്ല. പക്ഷേ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്തില്ല. അങ്ങനെ മമ്മിയൂറപ്പനെയും തൊഴുത് ഞങ്ങൾ നേരെ പോകുന്നതിന് തൃപ്പയാർ ക്ഷേത്രത്തിലേക്കാണ്. കാരണം ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതാണ്. ഈ യാത്രയൊക്കെ നമ്മളെ കർക്കിടക മാസത്തിലായിരുന്നു. അപ്പോൾ നമ്മളെ നാലമ്പല യാത്ര കൂടി ആവട്ടെ എന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷേ ഏതൊക്കെ അമ്പലം കവർ ചെയ്യാൻ പറ്റുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമ്മളെ കൊണ്ട് മാക്സിമം കാണാൻ പറ്റുന്ന അമ്പലമൊക്കെ കണ്ട് തൊഴുത് വരിക എന്നുള്ള ഒരു പ്ലാനിലാണ് ഇറങ്ങിയത്. ഗുരുവായൂരിൽ നിന്ന് ഏകദേശം ഒരു 45 മിനിറ്റോളം എടുക്കുന്നുണ്ട് നമ്മളെ തൃപ്പയാർ ക്ഷേത്രത്തിലേക്ക് എത്താൻ. അപ്പോൾ ഈ അമ്പലമൊക്കെ എനിക്ക് പുതുമയുള്ളതാണ്. കാരണം വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇതുവരെ നേരിട്ട് വന്നിട്ടില്ല. മുമ്പേ നമ്മൾ ഗുരുവായൂർ വന്നാലും മമ്മിയൂറും അതുപോലെ തന്നെ കാടാമ്പുഴയൊക്കെ കയറിയിട്ടുണ്ടെന്നല്ലാണ്ട് ഇതുവരെ തൃപ്പയാറൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തൃപ്പയാർ ശ്രീരാമനെ തൊഴുത് അങ്ങനെ കുറച്ച് അമ്പലമൊക്കെ കണ്ടിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇവിടെയും പാർക്കിംഗ് കിട്ടുന്നില്ല, കാരണം നല്ല തിരക്കായിരുന്നു. അധികം നാലമ്പല ട്രിപ്പിൻ്റെ ആൾക്കാരും ഇതൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. തിരക്ക് കാരണം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നല്ല ദൂരം വണ്ടി വെച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നു പോവുകയാണ്. ഭാഗ്യത്തിന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ചുറ്റുപാടൊക്കെ നോക്കി അങ്ങനെ ഇവിടെ നിന്ന് തൊഴുതിട്ട് വേണം അടുത്ത അമ്പലത്തിലേക്ക് യാത്രയാകാൻ. അപ്പോൾ അമ്പലത്തിനൊരു ടൈമിംഗ് ഉണ്ടാവുമല്ലോ. ചില അമ്പലമൊക്കെ 10 മണി വരെ ഉണ്ടാവും, ചിലതൊക്കെ 11 മണി വരെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ തൊഴുതിറങ്ങി അപ്പുറത്തേക്ക് അമ്പലത്തിൽ എത്തുമ്പോഴേക്കും നമ്മൾ നടയൊക്കെ അടക്കുമോ എന്നുള്ള ഒരു ടെൻഷനും കൂടിയുണ്ട്. പക്ഷേ ഇവിടെ കയറി തൊഴുകയും വേണം, എന്നിട്ട് വേണം അടുത്തതിലേക്ക് പോവാൻ. അങ്ങനെയൊക്കെയുള്ള പ്ലാനിൽ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ട് പോകുന്ന അമ്പലത്തിലാകുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാവല്ലോ, എങ്ങനെ തൊഴണം, എങ്ങനെ കയറണം, എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ അധികം അമ്പലത്തിലും ഇതുപോലെ വീഡിയോ അലൗഡ് അല്ല. അപ്പോൾ പുറത്തുനിന്നൊക്കെ ഒന്ന് പിടിക്കാനേ പറ്റിയുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടത് പ്രധാന വഴിപാടായിട്ട് വെടി വഴിപാടുണ്ട്, അതുപോലെ തന്നെ മീനൂട്ടൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ ഇത് മുറിച്ചിട്ടുണ്ടായിരുന്നു, റെസീറ്റ് മുറിച്ചു. അപ്പോൾ ഞാൻ മീനൂട്ടിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് പിടിക്കാൻ നോക്കി. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർ പറഞ്ഞു അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വെടി വഴിപാടും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരമ്പലത്തിൽ വന്നാൽ 2 മിനിറ്റെങ്കിലും ഇരിക്കുക എന്നുള്ളതും ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഇരുന്ന് ഇനി അടുത്ത ലക്ഷ്യം നമ്മൾ നേരെ അടുത്ത അമ്പലം, അതായത് കൂടൽ മാണിക്യം, അതാണ് അടുത്ത ലക്ഷ്യം. അതായത് എനിക്ക് തോന്നുന്നു തൃപ്പയാർ ശ്രീരാമക്ഷേത്രവും അടുത്തത് ഭരതനാണ് എന്നാണ് തോന്നുന്നത്. കൂടൽ മാണിക്യം ഭരത ക്ഷേത്രം. അങ്ങനെ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് ഇനി. അങ്ങനെ ഞങ്ങൾ തൃപ്പയാർന്ന് മടങ്ങി. ഇനി നമ്മളെ ലക്ഷ്യം ഭരതൻ്റെ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽ മാണിക്യം. കൂടുതൽ അമ്പലങ്ങളിലൊന്നും ഭരതൻ്റെ പ്രതിഷ്ഠയില്ല എന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനെയാണ് അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. നമ്മുടെ തൃപ്പയാർന്ന് ഏകദേശം ഒരു 25 മിനിറ്റ് മാത്രമേ ഉള്ളൂ കൂടൽ മാണിക്യത്തിലേക്ക്. പക്ഷേ നടയടക്കുമോ എന്നുള്ളൊരു ടെൻഷൻ നല്ല പോലെ ഉണ്ടായിരുന്നു നമുക്ക്. കാരണം ഗൂഗിളിൽ നോക്കുമ്പം ടൈമൊക്കെ അങ്ങനെയാണ് കാണിക്കുന്നുണ്ടായത്. പക്ഷേ ഈ കർക്കിടക മാസത്തിലായതുകൊണ്ട് എങ്ങനെയാണ്, അതിൽ വല്ല മാറ്റം ഉണ്ടോ എന്താണെന്നൊന്നും അറിയുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. പക്ഷേ നല്ല തിരക്ക്. ഞാനിതാ ഈ റോഡിലാണ് നിൽക്കുന്നത്. റോഡിൽ മുതലേ ക്യൂ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ കുറച്ച് സമയം റോഡിൽ നിന്ന് നമ്മൾ അകത്തേക്ക് കയറി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞല്ലോ, അങ്ങനെ അകത്തെത്തിയല്ലോ എന്ന്. പക്ഷേ ഞാൻ ഇതുപോലെയൊരു തിരക്ക് ഇതുവരെ കണ്ടിട്ടില്ല. അത്രയും വലിയ ക്യൂ ആയിരുന്നു. കാരണം എനിക്കൊന്ന് നട അടച്ച് പിന്നെ ഇങ്ങനെ തുറക്കുക അങ്ങനെയായിരുന്നു എന്ന് എൻ്റെ ശരിക്കും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ
നമ്മളിങ്ങനെ ക്യൂവിൽ പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കഴിയും. പക്ഷേ ഇത് പുറത്ത് ക്യൂവിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് അകത്തോട്ട് എത്തിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, ഇനി വേഗം തൊഴലായിരിക്കുന്നു. പക്ഷേ അല്ല, അകത്തിതാ ഇതുപോലെ ഇരുന്ന്, കാരണം നിന്ന് തളരണ്ടെന്ന് വിചാരിച്ചിട്ട് ഇരിക്കേണ്ട സൗകര്യമുണ്ട്. അതുകൊണ്ട് നിന്ന് തളരണ്ട, ഇരുന്നാൽ മതി. അങ്ങനെ മണിക്കൂറുകളോളം ഇരുന്ന് അങ്ങനെ നമ്മൾ, കാരണം ചിലയൊക്കെ ക്ഷീണമൊക്കെ ആവുന്നുണ്ടായിരുന്നു, ഇരുന്നിട്ട് വരെ ക്ഷീണം പിടിച്ചിട്ടൊക്കെ. അതിനൊക്കെ ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ, അങ്ങനെ ക്ഷീണം വരുമ്പോൾ ആക്കാനും നോക്കാനൊക്കെ. അങ്ങനെ ഗുരുവായൂർ നിന്നതിനെക്കാട്ടിയും ഇരുന്നതിനെക്കാട്ടിയും ക്യൂവിൽ നമ്മൾ കൂടുതൽ മാണിക്യം ക്ഷേത്രത്തിൽ ഇരുന്നു. കുറേ ആൾ തൃപ്പയാർ പോയി വരുന്നവരും അങ്ങനെ അവിടുന്ന് കണ്ടവരൊക്കെ കുറേ ഇവിടെയും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നിരുന്ന് തളർന്ന് പൈങ്കിളിയൊക്കെ ഒരു വിധമായി എന്ന് പറയേണ്ടി വരും. ഇവിടെയും അതുതന്നെയാണ്. കാരണം ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം ഒന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ ഈ കുളം ചുറ്റിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അത് പുതിയൊരു അനുഭവമായിരുന്നു. ഇത്രയും ആൾ നല്ല ലൈനായി അച്ചടക്കത്തോടെ ഈ കുളം മൊത്തം ചുറ്റി പുറത്തേക്ക് വരുന്നത്. കാരണം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. മഴയുണ്ടെങ്കിൽ എന്നായിരിക്കും അവസ്ഥ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. കുടയൊക്കെ തുറന്ന് ആകെക്കൂടി ഇതായിട്ടുണ്ടാവില്ലേ എന്നുള്ളത്. പക്ഷെ എനിക്ക് ഒന്ന് ഷീറ്റ് ഉണ്ടായിരുന്നോ എന്നൊരു ഡൗട്ടുണ്ട്. നമ്മൾ നടക്കുന്ന വഴിയിൽ ഷീറ്റ് ഉണ്ടായിരുന്നോ? ആ ഷീറ്റുണ്ട്. ആ ഷീറ്റിൻ്റെ അടിയിൽ കൂടി ഒരു പന്തൽ പോലെ കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആസ്വദിച്ച് നടക്കുവാണ്. കാരണം രണ്ടാൾക്ക് നടക്കേണ്ട വഴിയേ ഉള്ളൂ. ആദ്യമൊക്കെ രണ്ടാൾക്ക് നടക്കേണ്ട വഴിയേ ഉള്ളൂ. പിന്നെ അത് പോകെ ഒറ്റൊരു ലൈനായി മാറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മൾ ഈ അമ്പലം ചുറ്റി അതിന് ശേഷം കുളം ചുറ്റി പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടുത്തെ രീതി അങ്ങനെയായിരിക്കും തോന്നുന്നത്. ക്ഷേത്രത്തിലേക്ക് ചുറ്റി വന്നിട്ട് അതിന് ശേഷം ഈ കുളം പ്രദക്ഷിണം വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത്. അങ്ങനെ തൊഴുതെല്ലാം ഇറങ്ങുമ്പോൾക്ക് എല്ലാവരും നല്ല ക്ഷീണം പിടിച്ചു. പിന്നെ ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പും. രാവിലത്തെ മസാല ദോശയിലാണല്ലോ ഓടുന്നത്. അപ്പോൾ അതൊക്കെ എപ്പോഴേ ദഹിച്ചു. അപ്പോൾ എത്രയും പെട്ടെന്നൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ അടുത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ വൃന്ദാവൻ എന്ന് പറഞ്ഞിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടു. നേരെ അങ്ങോട്ടേക്കാണ് പിന്നെ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നല്ല തിരക്കുണ്ട്. കാരണം ഈ അമ്പലത്തിൽ വന്ന് തൊഴുതു പോകുന്ന മിക്കവരും ഈ ഹോട്ടലിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഉച്ച സമയം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ മീൽസ് വേണ്ടുന്നവർ ആദ്യം തന്നെ ടോക്കൺ എടുത്ത് വെക്കാൻ പറയുന്നുണ്ട് അവർ. അങ്ങനെ ഞങ്ങൾ 3 ടോക്കൺ എടുത്ത് വെച്ചു. കാരണം പൈങ്കിളിക്ക് മീൽസ് പറ്റില്ല, ഒക്കെ ഫ്രൈഡ് റൈസ് അങ്ങനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്ത്. പക്ഷേ ചെറിയ പൈസയേ ഉണ്ടായിരുന്നുള്ളൂ. മീൻസ് നമ്മൾ ഇന്നലെ പഴയയിടത്തു നിന്നല്ലേ കഴിച്ചത്, അവിടെ റേറ്റ് കൂടുതലായിരുന്നു. റേറ്റ് കൂടുതലെന്നല്ല, അവിടുത്തെ ഫുഡിനെ അപേക്ഷിച്ച് ഇവിടെ റേറ്റ് കുറവായിരുന്നു. പക്ഷേ നല്ല സദ്യ, നല്ല ഒന്നാം തരം സദ്യ തന്നെയായിരുന്നു. പക്ഷേ നല്ല ക്യൂ നിൽക്കേണ്ടി വന്നു. ക്യൂ അല്ല, നമ്മളിങ്ങനെ കസേര ഒയ്യാൻ കാത്തിക്കില്ലേ, അതേ അവസ്ഥയായിരുന്നു. അത് ഉച്ചക്കുള്ള തിരക്ക് കൊണ്ടാണ്, കാരണം എല്ലാവരും വിശന്ന് വരുന്നതല്ലേ. പക്ഷേ നല്ല റെസ്റ്റോറൻറ്റിലെ ആൾക്കാരുടെ പെരുമാറ്റവും നല്ലതായിരുന്നു. അതുപോലെ തന്നെ നല്ല സദ്യയും കിട്ടി. നല്ല ടേസ്റ്റിൽ കഴിച്ചു. പൈങ്കിളിക്കും നല്ല വിചാരിച്ച പോലെ തന്നെ നല്ല ടേസ്റ്റിൽ ഫ്രൈഡ് റൈസും കിട്ടി. അപ്പോൾ ഭക്ഷണം കഴിച്ചു. മനസ്സ് നിറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ 4 അമ്പല ട്രിപ്പിൻ്റെ 2 അമ്പലം തൊഴുത് ഇനി അടുത്തതായിട്ട് നമുക്ക് പോകേണ്ടത് തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിലേക്കാണ്. പക്ഷേ ഇവരൊക്കെ അതിന് മടി കാണിച്ചു. കാരണം 2 അമ്പലത്തിൽ തൊഴുത് ഇറങ്ങുമ്പോൾ തന്നെ ക്ഷീണം പിടിച്ചുകൊണ്ട് ഇവർ പറഞ്ഞു ഇനി രക്ഷയില്ല, ഇനി വേറെ എവിടെയെങ്കിലും വേണ്ടിക്ക് പറ. കാരണം 4 അമ്പലത്തിലെല്ലാം പോയാൽ ഭയങ്കര തിരക്ക്, ഇനിയും ഇതുപോലെ പോയി നിന്ന് ക്യൂ നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും പറ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അടുത്തത് നമ്മുടെ കൊടുങ്ങല്ലൂർ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇവിടുന്ന് നേരെ നമുക്ക് കൊടുങ്ങല്ലൂർ അമ്മേനെ തൊഴുതിട്ട് തിരിച്ച് റൂമിലേക്ക് പോകാമെന്നുള്ള പ്ലാനിലേക്ക് മാറി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകേണ്ട പ്ലാനാണ്. ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറേ വേണ്ടൂ അവിടെ എത്താൻ. അപ്പോൾ ടൈം കുറച്ച് നേരത്തെയാണ്, കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോൾ 2:30 ആയുള്ളൂ. അപ്പോൾ അവിടെ ഏകദേശം ഒരു 3 മണിയാകുമ്പോഴേക്കും എത്തും. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഞങ്ങൾ 3 മണിയാകുമ്പോഴൊക്കെ തന്നെ അമ്പലത്തിലേക്ക് എത്തി. പക്ഷേ അമ്പലം 4 മണിക്ക് നട തുറക്കുള്ളൂ. പക്ഷേ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, കുറേ നല്ല എന്താ പറയണ്ടേ, നമുക്ക് ഇരിക്കാൻ പറ്റിയ ആലും ഇതൊക്കെ ആയിട്ട് നല്ല സ്ഥലമാണ്. പക്ഷേ കുറച്ച് വെയിലുണ്ടായിരുന്നു. അപ്പോൾ വെയിൽ കൊണ്ടിരിക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം ഉള്ളിലേക്ക് കയറി. കാരണം മറ്റുള്ള അമ്പലത്തിൽ നിന്ന പോലെ ക്യൂവിൽ വല്ലതും നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പുറകോട്ട് ആയിപ്പോവില്ലേ. വേഗം ഇപ്പം 1 മണിക്കൂർ മുമ്പേ പോയി നിന്നാൽ വലിയ ക്യൂ ഉണ്ടാവില്ലല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ
ഞങ്ങൾ വേഗം പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളല്ല പുറഭാഗം ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ ഭാഗ്യത്തിന് ക്യൂ ഒന്നും സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ക്യൂ നിന്നോ. അങ്ങനെ ഞങ്ങൾ തന്നെ ഫ്രണ്ടിൽ നിന്നു. ഞങ്ങൾ ഫ്രണ്ടിൽ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. വലിയ നേരത്തെ പോലെ പുറകോട്ടായി പോയിട്ടില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, വിനോദനോടും നിങ്ങളിവിടെ ക്യൂവിൽ നിൽക്ക്, ഞാനും പൈങ്കിളിയും അമ്പലമൊക്കെ ഒന്ന് ചുറ്റിക്കാണട്ടെ പുറത്തുനിന്ന് പറഞ്ഞിട്ട് ഞാനും പൈങ്കിളിയും കൂടി പുറത്തേക്കൊക്കെ ഒന്ന് നടന്ന്. അപ്പോൾ അവിടെ കുറച്ച് ഒരു കൂട്ടിൽ കോഴി ഉണ്ടായിരുന്നു. അപ്പോൾ പൈങ്കിളീൻ്റെ മെയിൻ ലക്ഷ്യം കോഴീനെ കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവൾ എന്നെയും കൂട്ടി കോഴീൻ്റെ അടുത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കലാണ്. ഈ അമ്പലം ഞങ്ങൾക്ക് ശരിക്കും ഒത്തിരി ഇഷ്ടമായി. കാരണം നല്ല വൈബ്, കാരണം ഇങ്ങനെ വന്നിരിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ വന്നത് ഒരു 4 മണി സമയമാണെങ്കിലും വെയിലുണ്ടെങ്കിലും അതൊരു 6:30 ടൈമൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ടാവുമായിരുന്നു കുറച്ചുകൂടി ആസ്വദിക്കാൻ. അപ്പോൾ അങ്ങനെ നടക്കുമ്പോഴാണ് കുളം കണ്ടത്. അപ്പോൾ അമ്മയും വിനോദനൊന്നും ഈ കുളം ശ്രദ്ധിച്ചില്ല. ഞാനിപ്പോൾ എങ്കിലും ഇങ്ങനെ നടക്കുമ്പം ഗേറ്റൊക്കെ അടച്ച് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കുളം കണ്ട്. അപ്പോൾ നമ്മളത് കയറാൻ നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ഇത് പുരുഷന്മാരുടെ കുളമാണ്, നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡാണ് സ്ത്രീകൾക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങി. അവിടെ പിന്നെ കുറച്ച് ഷെഡൊക്കെ ഇങ്ങനെ മറക്കിയതുപോലെ ആയതുകൊണ്ട് കൂടുതൽ കുളത്തിൻ്റെ ഭംഗിയൊന്നും ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റിയില്ല. പിന്നെ നല്ല വഴുക്കലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുത് അമ്പലമൊക്കെ ചുറ്റി വന്നു. അതിന് ശേഷം അവിടെയുള്ള ആൽത്തറയിൽ കുറച്ച് സമയം ഇരിക്കാമെന്ന് വെച്ച്. വെയിലാകും കുഴപ്പമില്ല, കുറച്ച് സമയം ആസ്വദിച്ചിട്ട് തന്നെ പോകാൻ വിചാരിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്നു. ആലായാൽ തറവാണം എന്നെല്ലാം പറയുന്ന പോലെ അമ്പലമായ തറവാണം എന്ന് അങ്ങനെ എന്തോ ഇല്ലേ, അതുപോലെ നല്ല ആൽത്തറയും ഒന്നൊന്നുമല്ല കുറേ ഉണ്ട്. അപ്പോൾ കുറേ ആൾ വന്നാലും നല്ല ആസ്വദിച്ച് ഇരിക്കാനും ആക്കാനൊക്കെ പറ്റുന്ന, പ്രത്യേകിച്ച് എന്തോന്ന് അറിയുന്നില്ല, എനിക്ക് ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു എനർജിയൊക്കെ ഫീൽ ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ കറങ്ങി ഇറങ്ങി. അപ്പോൾ എല്ലാവരും വീണ്ടും ടയേർഡായി. ഇനിയിപ്പം വൈകുന്നേരത്തെ എന്തെങ്കിലും പരിപാടി. അപ്പോൾ എല്ലാവർക്കും ആയിരിക്കും ചായയൊന്നും വേണ്ട, വല്ല നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകാമെന്നുള്ള പ്ലാനിൽ അടുത്ത് തന്നെ കണ്ട ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി അവിടുന്ന് ഒരു നാരങ്ങ വെള്ളമൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ നാരങ്ങ വെള്ളം കുടിച്ച് ഇനി നമ്മൾ നേരെ റൂമിലേക്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നാളത്തെ വിശേഷവും ഈ വീഡിയോ തന്നെ ഞാൻ ഉൾപ്പെടുത്താം. നാളെ നമ്മൾ തിരിച്ച് റിട്ടേൺ കണ്ണൂരേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡേ 3ലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിലിടക്ക് നമ്മളൊന്നും കൂടി ഗുരുവായൂർ അപ്പനെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ വിചാരിച്ചിട്ട് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ്. കാരണം അധികം ലേറ്റ് ആവാണ്, തന്നെ റൂം വെക്കേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ വന്നിട്ട് ഈ ഒരു ഭാഗത്തേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ തിരിച്ചു പോകേണ്ട പരിപാടിയാണ്. പിന്നെ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അവർ ഉള്ളിൽ നിന്നൊന്നും വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യാൻ വിടുന്നില്ല. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് പോകേണ്ട പരിപാടിയാണ്. കാരണം ഈ ഗസ്റ്റ് ഹൗസിൻ്റെയും ഭാഗത്തൊന്നും നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഓരോ ദിവസം ഓരോ ഭാഗത്തായിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ കുറേ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്ത് അതിന് നേരെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങി. കാരണം രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്യണം. കാരണം നമ്മളവിടെ റൂം എടുത്തതിൻ്റെ 1 മണിക്കൂർ മുമ്പേ 2 മണിക്കൂർ മുമ്പേ വെക്കേറ്റ് ചെയ്യണം എന്നാണ് അവരുടെ റൂൾസ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു ദിവസം കൂടിയുള്ള പൈസ അടക്കണം എന്നൊക്കെ. അപ്പോൾ പിന്നെ ഇനി നമുക്ക് 2 ലക്ഷ്യങ്ങളുണ്ട് ഗുരുവായൂർ വിടുന്നവരിടക്ക്. ആദ്യത്തേത് ആനക്കോട്ട കാണുക എന്നുള്ളത്. കാരണം ഞാൻ മുമ്പേ ഒരിക്കലും പോയിട്ടുണ്ടായിരുന്നു, പൊന്നു ചെറുതിലുള്ളപ്പോൾ പോയപ്പോൾ. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല. അപ്പോൾ പൈങ്കിളീനെ ഇത് കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ അവൾ ഗുരുവായൂരിൽ ആനനെ കണ്ടപ്പോൾ അത് ഒറിജിനലാണോ അങ്ങനെയാണോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നാൽ കുറേ ആനേനെ ഒരുമിച്ച് കാണാമല്ലോ. അപ്പോൾ പിന്നെ അത് കാണിക്കേണ്ട ലക്ഷ്യത്തിന് രാവിലെ തന്നെ ഇറങ്ങണം. അപ്പോൾ അവൾ ആനേനെ കാണാൻ പോയ മുന്നേ ഒരു നായിനെ കണ്ടിട്ട് കുറച്ച് സമയം പിന്നെ അതിൻ്റെ പുറകെയാണ്. 1 അല്ല 2 ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ എൻട്രൻസ് ഫീ ഉണ്ട്, 20 റുപ്പീസാണെന്നാണ് തോന്നുന്നത്. കുട്ടിക്ക് അത്രയില്ലാന്ന് തോന്നുന്നു, കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ നേരെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഫോട്ടോഗ്രാഫിക്കൊക്കെ പെർമിഷൻ എടുക്കണം അത് എന്നൊക്കെ. അപ്പോൾ അവരോട് ചോദിച്ചു എത്ര എക്സ്ട്രാ പൈസ എടുക്കണം. അപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല, കയറിക്കോ. അങ്ങനെ എൻട്രൻസ് ടിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ.
അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ചെറിയൊരു സ്മെല്ല് നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഭയങ്കര കാത്തിയാം അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ ആനേനൊക്കെ കാണുമ്പോൾ ഭയങ്കര ത്രില്ലായിരുന്നു. അവളെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. കുരുത്തക്കേടുള്ള ആന, അല്ലാത്ത ആന, പാവമാന, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. നോക്കി നടന്നിട്ടേ പണി കിട്ടും. ഇത് ദൂരെ നിന്ന് കാണാനേ ഇഷ്ടമുള്ളൂ. അടുത്ത് നമുക്ക് പോരുമോ? അതാ ഇത് നമ്മൾ ഇന്നലെ അവിടെ കണ്ടതല്ലേ, ചട്ടിയെല്ലാം വെച്ച് വന്ന അല്ല. ഇവള് ചന്ദനത്തിൽ മുക്കിയെന്ന് പറഞ്ഞ ചന്ദനത്തിൽ വീണ പോലെയും ആ ചളിയാണ്. അമ്മ ഇങ്ങോട്ടേക്കാം. എനക്ക് പങ്കൂര് പേടിയില്ല. പങ്കു എൻ്റെ അമ്മ ഇങ്ങോട്ട് നോക്കിക്കോണം തരും. വാലല്ലാട്ടുന്നു. ഇത് പാവം, സ്ത്രീകളെല്ലാം പാവം എന്ന് പറയുന്ന പോലെ. അത് പാവം. അതിൻ്റെ ഒരു കാല് കെട്ടിയിട്ട് ഇത് ചങ്ങലിട്ടിട്ടുള്ള ഇങ്ങും അങ്ങും അല്ലേ. അതാ കുരുത്തക്കേട് കളിച്ചിട്ട് കെട്ടിയിട്ടായിരിക്കും ഭയങ്കര. എന്താണ് അങ്ങനെല്ലാം ഉണ്ട്. അങ്ങനെ വലുത് കണ്ട. പേരെല്ലാം കണ്ട, ബാലു. ആ കുട്ടിക്ക് പറഞ്ഞ ബാലു, പക്ഷെ 2 ബാലു എങ്ങനെ വന്നേരം. ദേവയാ എടുത്തു നിങ്ങളുടെ കണ്ട ദേവ. ഗുരുവായൂർ ദേവ. ദേവ പെണ്ണായിരിക്കൂലേ. ഇത് ബാലു. പിടിച്ചു വരുന്ന ബാക്കിൽ തന്നെ ഇവിടെയുണ്ട്, നിറയുണ്ട്. എന്താ അടുത്ത കേന്ദ്രം. ഇവിടെ ഇങ്ങനത്തെ പുഴു കുറേ ഉണ്ടല്ലേ. നോക്കിയാൽ പുഴുണ്ട്. ദേഷ്യം പിടിച്ചിട്ടാ. ഏത് അവിടെ ഒരു ദേഷ്യം പിടിച്ചിട്ട് എന്തെല്ലോ കളിക്കുന്ന. കളിക്കാൻ പിടിച്ചായിരിക്കും. അല്ല മറ്റേ പിള്ളേരുണ്ടാവില്ലേ, ചെറിയ പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ അനക്കും പോകണമെന്ന് പറഞ്ഞ് കഴിയുന്നത്. അതുപോലെ പട്ടി എടുക്കാൻ പോകുന്നത്. അത് കുളിക്കുന്നുണ്ടാ, വെള്ളം തെറിപ്പിക്കുന്നുണ്ട്. പുറത്തേക്ക് വിടായിട്ടായിരിക്കും. അമ്മപ്പ ഓടാനാ ഈ മുന്നേ തൊട്ട് വരുന്നത് കാണാണ്ടായി പോറേ. നോക്കി നോക്കി നടന്നിച്ചേ. അല്ല ഇപ്പൊ ഇതിന് മുന്നേ പോയിരുന്ന ഇത് ശരിയാക്കൂലേ? ഇതിന് മുന്നേ പോയിരുന്ന ഇതിപ്പോ ശരിയാക്കൂലേ?
മതിയാ പോവാ പങ്കു. ഇനി ഇവിടെ നിൽക്കണം. അതിലൂടെ പോയിട്ട് അതിലൂട്ടെല്ലാം വരണ്ടേ, അപ്പുറത്തെ സൈഡൊന്നും പോയി. ഇത് കഴിഞ്ഞ് പക്ഷെ അപ്പുറത്തെ സൈഡ് നമ്മൾ പോയിട്ടല്ലോ. അത്രേ ഉള്ളൂ. കുളവും കൂടി പിടിച്ചോളയാ. ഇത് ആനക്കുള്ള കുളമായിരിക്കൂലല്ലോ. ആനക്കുള്ളി തന്നെയാ. സ്റ്റെപ്പ് ഇറങ്ങാനെല്ലാം അറിയാം. സ്റ്റെപ്പ് ഇറങ്ങുന്നില്ലല്ലോ പങ്കു. അല്ല പങ്കു സ്റ്റെപ്പ് ഇറങ്ങാൻ അറിയാം. ഇങ്ങോട്ടേക്കാ വരുന്നു, അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് തന്നെ അത് വഴി തെറ്റി ഇങ്ങോട്ട് വരുന്നതാണ്. കമോൺ. ഇവിടെ വാണേന്നാ ആനയത്. ഞാൻ വാണേ പെണ്ണായുടെ ആഴ്ച എണ്ണയെന്ന് വിളിക്കുന്നതാണ്. ഏത് മറ്റേതല്ല. അതാണ് ഇടിപ്പിച്ച്. എൻ്റെ ഫോണടക്കം ചുറ്റി റെക്കോർഡ് ചെയ്യുമ്പോൾ അല്ല അങ്ങനെ നമ്മൾ വീഡിയോ കാണലില്ല അല്ലേ. പടവ് കാണിക്കുന്നതായിരിക്കും ഇറക്കം. നിങ്ങൾക്കെല്ലാം ധൈര്യം വന്നോ? ഇങ്ങോട്ട് കയറിയില്ല. കറണ്ട് കണ്ടിട്ടില്ല ഞാൻ. ഇങ്ങോട്ട് കയറിക്കാം. ഇങ്ങോട്ട് കയറിയാ. കുറേ ഉണ്ട്. ഞാൻ നേരത്തെ വിളിച്ച് എടുക്കേണ്ടി തോന്നി. അങ്ങനെ ഞങ്ങൾ ആനേൻ്റെ കാഴ്ചയെല്ലാം കുറച്ച് സമയം കണ്ട് ആസ്വദിച്ച് ഇവിടുന്ന് മടങ്ങി. ഇനി അടുത്ത ലക്ഷ്യം വിനോദൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ചാവക്കാട്. അപ്പോൾ അവർ വീടിൻ്റെ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് ഇനി. ഇതിങ്ങനെ 5 മിനിറ്റ് ഇനിയുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കി ബേക്കറി നോക്കി ഇത് 5 മിനിറ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. 5 മിനിറ്റ് കാണിക്കുന്നു. ഇത് കുഞ്ഞു റോഡാണല്ലോ. പോകുന്നെങ്കിൽ നെയ്യ അങ്ങോട്ട് പോവുക. അത് വഴി കുറവെന്ന് നോക്കി. ഇതെന്തോ ഏതോ വീട്ടിലേക്കല്ല. ഗൂഗിൾ മാപ്പിട്ട് പറയുന്നത് ഇന്നലെ ഒരു ന്യൂസ് കണ്ടിട്ട് കളിയാക്കിയിട്ടേ ഉള്ളൂ. ഗൂഗിൾ മാപ്പ് ഇട്ടിച്ച് ഇങ്ങോട്ടേക്ക് ആയിരിക്കൂലേ നോക്കിയാ. ഇതിപ്പോ ഇങ്ങനെയല്ലേ.
പോവില്ല. അതിലെ പറയുന്നത് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് അങ്ങോട്ടില്ല റോഡ്. ഇവിടെ തിരിക്കാൻ പറ്റുവാ? കുടുങ്ങിയാ? ഇന്നലെ അവര് ഇട്ട പോലെ പറഞ്ഞിട്ട് അവരെ കളിയാക്കി അല്ല ഞാൻ തന്നെ ഇങ്ങനെ പോവോ? അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോവാ. അങ്ങോട്ടല്ല ഉറപ്പല്ല. ഇതിപ്പോ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെയല്ലേ. ഗൂഗിളിൽ ഇങ്ങനത്തെ കുഞ്ഞു റോഡൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്ന് ഇത് മനസ്സിലായ. മെയിൻ റോഡിൻ്റെ ഇതേപോലെ ഇടയ്ക്ക് കയറുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത റോഡിൽ കാണിച്ചിരുന്നു. കാഞ്ഞാണി റോഡ് എന്നാണ് പറഞ്ഞത് നേരത്തെ. ഇതാ ഇപ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നത്. ചാവക്കാട് കഞ്ഞാണി റോഡാ, കാഞ്ഞാണി റോഡാ. അവരറിഞ്ഞിട്ടില്ല, അവര് നാട്ടിൽ റോഡ് ഇത്ര വലുതാക്കി. ഇനി അങ്ങോട്ടോ പോവോ? നിങ്ങൾ ഇത്ര സമയം കണ്ടത് നമുക്ക് വഴി തെറ്റിയതായിരുന്നു. ഗൂഗിൾ ഒരു വഴി കാണിച്ചു തന്നിട്ട് നമ്മളത് വഴി പോയിട്ട് നോക്കുമ്പോൾ ഒന്നിനും തിരിക്കാനും മറിക്കാനും പറ്റാത്തൊരവസ്ഥയിലെത്തിപ്പോയി. ഭാഗ്യത്തിന് എങ്ങനെയല്ലോ തിരിച്ച് യൂ ടേൺ അടിച്ച് വരുന്നതാണ്. ഒരു ബേക്കറി നോക്കി പോയതായിരുന്നു. നിയർ ബേക്കറി അടിച്ചപ്പോൾ അതൊരു വഴി കാണിച്ചു തന്ന് അതിലൂടെ പോയി. അല്ലെങ്കിൽ അവരെ വീട്ടിലെത്താൻ അത്രയും മിനിറ്റ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ തന്നെ ആയതുകൊണ്ട് അടുത്തുള്ള ബേക്കറിയൊക്കെ നോക്കിയപ്പോൾ ഒന്നും തുറന്നിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നിയർ മീ അടിച്ചതാണ്. അപ്പോൾ ഏതൊരു ബേക്കറി കാണിച്ചു അങ്ങോട്ടേക്ക് പോകാം. പക്ഷേ ഇതെല്ലാം ഉള്ളോട്ട് പോയിട്ട് ഏതൊക്കെയോ കട്ടോടുമ്പോൾ കയറി എങ്ങനെയൊക്കെയോ ആയി പെട്ടുപോയി വിചാരിച്ചാണ്. എന്തോ ഭാഗ്യത്തിന് ഒരു വഴി കണ്ടുപിടിച്ച് പിന്നെ കുറച്ച് തപ്പിപ്പിടിച്ചിട്ടൊക്കെയാണ് അവസാനം നമ്മൾ അവിടെ എത്തിയത്. എപ്പോഴും ഗൂഗിൾ മാപ്പ് ഇടുമ്പം അമ്മ പറയാറുണ്ട് വഴി തെറ്റിക്കും. അപ്പോൾ തലേന്നായിട്ടൊരു ന്യൂസ് വായിച്ചിട്ട് ഏതോ ഇതേപോലെ ഗൂഗിൾ മാപ്പ് ഇട്ട ഇത് പോയിട്ട് ഏതോ വീടിൻ്റെ പടിയിലോ അങ്ങനെയൊക്കെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പോവോ ഇതെന്താ അങ്ങനെയെന്നൊക്കെ. പക്ഷേ നമ്മളും പോയി. എങ്ങനെ പോയിന്നറിയില്ല. വഴിയുണ്ട് കഴിച്ചിട്ട് മുന്നോട്ട് പോയതാണ്. പക്ഷേ അത് നോക്കുമ്പോൾ ലാസ്റ്റ് 2 വീടിന് മുറ്റത്തൊക്കെ എത്തുന്ന അവസ്ഥ. പക്ഷേ കാറ് തിരിക്കേണ്ട തന്നെ സ്ഥലം പോലും ഇല്ലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വന്നു എന്ന് പറയാം. തുറന്നു നോക്കാം, ഞാൻ കയറി നോക്കണം. ഗേറ്റ് തുറക്കാൻ അറിയണ്ടേ? ആളുണ്ടോ ഇല്ലയോ എന്നറിയുന്നില്ല. അവിടെ തമ്പരി എത്തിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക, അതാണ് നല്ല. അങ്ങനെ ഞങ്ങൾ വിനോദൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. കുറേ നാളായിരുന്നു ഇവർ വിളിക്കുന്നത്. വീട്ടുകൂടലിന് വിളിച്ച് മോളെ കല്യാണത്തിന് ക്ഷണിച്ച്. പക്ഷെ അന്നേരം നമുക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ നമ്മളിവിടെ എത്തി നോക്കുമ്പം ഗേറ്റൊന്നും ഓപ്പൺ ആവുന്നില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നമ്മളാകെ വിചാരിച്ചു ഇനി ഇവർ ഇവിടെ ഇല്ലേ, ഇവിടുത്തം വരെ വന്നിട്ട്. അങ്ങനെ നോക്കുമ്പോൾ മാമി വന്ന് ഡോറ് തുറന്ന്, നമ്മളിവരെ മാമീന്നാണ് വിളിക്കൽ. അപ്പോൾ അവർ വന്ന് ഡോറ് തുറന്ന്. അപ്പോൾ അവരും നല്ല തിരക്കിലായിരുന്നു. കാരണം അവർക്കൊന്ന് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് രാവിലെ കല്യാണത്തിൻ്റെ പോകേണ്ട തിരക്ക്. അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തിയിട്ട് തിരിച്ചു പോകുന്നതിനിടക്ക് ഇവരെയും കണ്ടിട്ട് ഒന്ന് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അങ്ങനെ ഇവരൊക്കെ കണ്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് വീടൊക്കെ ഒന്ന് കണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പിന്നെ അവിടുന്ന് തിരിച്ചു. കാരണം അവർക്ക് കല്യാണത്തിന് പോകണം. നമുക്ക് ഏകദേശം ഇവിടുന്ന് പോകുന്ന വഴിക്കിനി നമുക്ക് കാടാമ്പുഴയും കൂടി ഒന്ന് കയറണം. അപ്പോൾ അധികം ലേറ്റായാൽ പിന്നെ അവിടെയും ബുദ്ധിമുട്ടാവും. വൈകുന്നേരം ആകുമ്പോഴെങ്കിലും തിരിച്ച് കണ്ണൂരെത്തണം എന്നുള്ള പ്ലാന് കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ കാടാമ്പുഴി എത്തി. പക്ഷേ ഉച്ച സമയമായിരുന്നു, നടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നട തുറക്കുന്നവരെ നിൽക്കാൻ നിന്നാൽ നമ്മൾ കണ്ണൂരെത്താൻ ലേറ്റാവും. കാരണം 4 മണി ടൈമൊക്കെ ആകുമ്പോൾ ഇനി നട തുറക്കുകയുള്ളൂ. ഇത് ഏകദേശം ഇപ്പം സമയം 12-12:30 അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം ഒന്ന് തൊഴുതിട്ട് വരാൻ വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ തന്നെ സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഫുഡ് കഴിച്ചോ, ഫുഡ് കൊടുക്കുന്നുണ്ട്, അന്നദാനം ഉണ്ട് എന്നൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ വേഗം ഒന്ന് തൊഴുതിട്ട് വരാം, എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം അങ്ങനെയുള്ള. അപ്പോൾ പ്രതീക്ഷിക്കാണ്ടായിരുന്നു. കാരണം ഇവിടെ അങ്ങനെ അന്നദാനം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചതേ ഇല്ല. അപ്പോൾ ഇവിടെ തൊഴുത് ഇറങ്ങി ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാമെന്നുള്ളൊക്കെ പ്ലാനായിരുന്നു. അപ്പോൾ എന്തോ അമ്മേൻ്റെ അനുഗ്രഹം പോലെ ഇവിടുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി. നമ്മൾ തൊഴുതിട്ട് അങ്ങനെ നേരെ ഭക്ഷണശാലയിലേക്കാണ് പോയത്. അപ്പോൾ കാര്യമായ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഭക്ഷണം കഴിക്കേണ്ട നല്ല സൗകര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ
ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കി. കാരണം വീഡിയോ പിടിച്ച് തുടങ്ങിയതാണ് അവിടുന്ന് പറഞ്ഞത് വീഡിയോ പിടിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പം തന്നെ പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല കറിയും നല്ല പപ്പടടക്കമുള്ള, പൊതുവേ പപ്പടടക്കമുള്ള സദ്യ കിട്ടൽ കുറവല്ലേ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കണ്ണൂരേക്ക് തിരിച്ചു. ഇവിടുന്ന് ഒരു 4 മണിക്കൂറുണ്ട് കണ്ണൂരേക്ക് എത്താൻ. അപ്പോൾ ഏകദേശം 5-5:30 ആകുമ്പോഴേക്ക് നമ്മൾ വീട്ടിലെത്തും. അപ്പോൾ ഫുഡ് കഴിച്ച ക്ഷീണത്തിൽ അമ്മയും പൈങ്കിളിയൊക്കെ നല്ല ഉറക്കം. പൈങ്കിളിയൊക്കെ ഉറങ്ങുന്നുണ്ടോ, തല കുത്തിയിരുന്ന് ഉറങ്ങി. അമ്മയും നല്ല ഉറക്കമാണ്. വണ്ടിയിൽ കയറിയാൽ പൊതുവേ ഉറങ്ങുന്ന ശീലം എനിക്കും ഉണ്ട്. ഞാനും ഉറങ്ങിപ്പോകാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വിനോദിന് കമ്പനി കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ മാക്സിമം ഉറങ്ങാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു 5-5:30 ആകുമ്പോൾ നമ്മൾ വീട്ടിലെത്തും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ഇന്നത്തെ ഇത് കുറച്ച് വലിയ വീഡിയോ ആയിപ്പോയി. അതുപോലെ തന്നെ ഇനിയും ഇതേപോലെ യാത്രകളുടെ വീഡിയോ ഇടാനുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.